എല്ലാവർക്കും ഹിസ്റ്ററി ഓഫ് രാമായണയുടെ പാർട്ട് 9 സ്വാഗതം. ഇന്ന് ബാലിവധവുമായി ബന്ധപ്പെട്ട കഥയാണ് പറയുന്നത്. ശ്രീരാമൻ്റെ ഉപദേശപ്രകാരം പിറ്റേ ദിവസം പ്രഭാതത്തിൽ സുഗ്രീവൻ പോയി ബാലിയുടെ ഗുഹാദ്വാരത്തിൽ ചെന്ന് പോരിന് വിളിച്ചു. അവർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ മറവിൽ നിന്ന് ബാലിയെ അമ്പെയ്തു കൊല്ലാമെന്നായിരുന്നു രാമൻ ഉദ്ദേശിച്ചിരുന്നത്. രാമൻ തീർച്ചയായും ബാലിയെ കൊല്ലുമെന്നും സുഗ്രീവൻ വിശ്വസിച്ചു. എന്നാൽ പോരാട്ടം നടക്കുന്നതിന് അല്പം അകലെ വൃക്ഷമറവിൽ ഒളിച്ചു നിന്നിരുന്ന രാമന് ജ്യേഷ്ഠാനുജന്മാരെ ഒരുപോലെ തോന്നിച്ചതിനാൽ തിരിച്ചറിയാൻ പാടില്ലാതെയായി. തന്മൂലം ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അതിബലിശാലിയായ ബാലി സുഗ്രീവനെ തോൽപ്പിച്ചോടിച്ചു. ജയഘോഷം മുഴക്കി ബാലി തൻ്റെ അന്തഃപുരത്തിലേക്ക് നടന്നു കൊണ്ടുപോയി. തോറ്റവശനായ സുഗ്രീവൻ രാമനോട് പരിഭവിച്ചു. തക്ക അടയാളം ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചതെന്ന് ചിരിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു. അടുത്ത ദിവസം ഒരു മാല ധരിക്കണം. രാമൻ്റെ നിർദ്ദേശമനുസരിച്ച് പിറ്റേ ദിവസം ഒരു പൂമാല അണിഞ്ഞുകൊണ്ട് സുഗ്രീവൻ വീണ്ടും ബാലിയെ പോരിന് വിളിച്ചു. താരയുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ ഈ പോർവിളി കേട്ട ബാലി ക്രുദ്ധനായി എഴുന്നേറ്റ് യുദ്ധത്തിനൊരുങ്ങി. അപ്പോൾ താര തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്നലെ തോറ്റോടിയ സുഗ്രീവൻ ഇന്ന് വീണ്ടും പോരിനു വന്ന് വിളിച്ചതു പ്രത്യേകം ശ്രദ്ധിക്കണം. ബലവാനായ ആളുടെ പിന്തുണ സുഗ്രീവനുണ്ടായിരിക്കണം. നമ്മുടെ മകൻ അംഗദൻ്റെ ചാരൻ വന്നു പറഞ്ഞ രാമലക്ഷ്മണന്മാരുടെ കാര്യം ഓർക്കുന്നുണ്ടോ? രാമലക്ഷ്മണന്മാർ എൻ്റെ ശത്രുക്കളല്ല. അല്പനായ സുഗ്രീവൻ്റെ വെല്ലുവിളി കേട്ട് ഞാൻ ഈ അന്തഃപുരത്തിലിരിക്കാനോ? ബാലി പോകുന്നത് നിറഞ്ഞ കണ്ണുകളോടെ താര നോക്കി നിന്നു. ബാലി സുഗ്രീവന്മാർ തമ്മിൽ വീണ്ടും യുദ്ധം ആരംഭിച്ചു. ബാലിയുടെ ഗദാപ്രഹരവും തുടർന്ന് മുഷ്ടിയുദ്ധവും ഏറ്റവും പരവശനായി തീർന്ന സുഗ്രീവൻ നാലുപാട് നോക്കി. ഈ അവസരത്തിൽ വൃക്ഷമറവിൽ നിന്നിരുന്ന രാമൻ ബാലിയുടെ നേർക്ക് അതിനിശീതമായ ഒരസ്ത്രം എയ്തു. അത് നെഞ്ചിൽ തറച്ച ബാലി മരണവേദനയോടെ അലറിക്കൊണ്ട് നിലത്ത് വീണു. സുഗ്രീവൻ ജയാഘോഷം മുഴക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് രാമലക്ഷ്മണന്മാരും ഹനുമാനും മറ്റു യുദ്ധക്കളത്തിലെത്തി. ബാലി രാമനെ ദയനീയമായി നോക്കിക്കൊണ്ട് പറഞ്ഞു, അങ്ങ് ധർമ്മിഷ്ഠനായിട്ടും എന്നോട് അധർമ്മം കാട്ടിയതെന്തിന്? എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ രാവണൻ സീതയുമായി ഓടി വന്ന അങ്ങയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുമായിരുന്നു. എൻ്റെ വാലിൽ കിടന്ന് പിടഞ്ഞിട്ടുള്ളവനാണ് രാവണൻ. ഒളിയമ്പ് ചെയ്തതിനെ സാധൂകരണമായി ശ്രീരാമൻ പറഞ്ഞു. നേരിട്ട് കണ്ടാൽ ബാലി രാമഭക്തനായി തീരുമെന്നായിരുന്നു. എന്നാൽ ഭക്തനെ വധിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഒളിയമ്പ് ചെയ്തത്. മാത്രമല്ല, അനുജനെ രാജ്യത്തു നിന്നും ആട്ടിയോടിച്ച് അവൻ്റെ ഭാര്യയെ അപഹരിച്ച നിന്നെ ഇക്ഷ്വാകു രാജാവിൻ്റെ ഈ കിഷ്കിന്ധയിൽ ഇക്ഷ്വാകു സാമ്രാജ്യം ഭരിക്കുന്ന ഭാരത മഹാരാജാവിൻ്റെ പ്രതിനിധിയായി കഴിയുന്ന എനിക്ക് ശിക്ഷിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു കടമയാണ്. ഇത്രയും കേട്ട ബാലി വിധിക്കു കീഴടങ്ങാൻ ഒരുങ്ങി. തൻ്റെ കഴുത്തിലെ ദിവ്യമായ ഒരു പൊന്മാല ഊരിയെടുത്ത് സുഗ്രീവനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നോട് ചെയ്ത അപരാധം നീ പൊറുക്കണം. വാനരരാജ്യം നീ ഭരിക്കുക. താരയെയും അംഗദനെയും നോക്കണം. ഞാൻ സകലവും നിന്നെ ഏൽപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞു നീറുന്ന വേദനയിൽ നിന്നും തന്നെ മോചിപ്പിക്കാൻ അസ്ത്രം വലിച്ചൂരിയെടുക്കാൻ രാമനോട് പറഞ്ഞ ബാലി രാമൻ അടുത്ത ക്ഷണം അത് ചെയ്തപ്പോൾ പരലോകം പോയി. താരയെ രാമൻ ആശ്വസിപ്പിച്ചു. ബാലിയുടെ മൃതദേഹം ചന്ദനം മരം കൊണ്ടുണ്ടാക്കിയ ചിതയിലാണ് ദഹിപ്പിച്ചത്. സുഗ്രീവനും അംഗദനും രാമൻ്റെ ആജ്ഞപ്രകാരം ശേഷക്രിയകൾ ചെയ്തു. സുഗ്രീവാദികളുടെ അഭിഷേക കാര്യങ്ങൾ നടത്തുന്നതിന് ലക്ഷ്മണൻ്റെ മേൽനോട്ടത്തിൽ ഹനുമാനെയും ജാംബവാനെയും ഏൽപ്പിച്ച ശേഷം രാമൻ ഋഷ്യമുഖജലത്തിലെത്തി വിശ്രമിച്ചു. പിന്നീട് രാമൻ്റെ അനുവാദപ്രകാരം രാമനെ പ്രതിനിധീകരിച്ച് ലക്ഷ്മണൻ സുഗ്രീവനെ കിഷ്കിന്ധാധിപതിയാക്കി. മഹാരാജാവിനെ തുണയ്ക്കാൻ അംഗദനെ അവിടുത്തെ യുവരാജാവായും അഭിഷേകം നടത്തി. സുഗ്രീവൻ്റെ ഭാര്യ രുമയെ മഹാറാണിയായും താരയെ അമ്മ മഹാറാണിയായും വാഴിച്ചു. ഹനുമാനെ സുഗ്രീവൻ്റെ മന്ത്രിയായും അവരോധിച്ചു. ലക്ഷ്മണൻ ശ്രീരാമൻ്റെ അടുത്തേക്ക് മടങ്ങി. സുഗ്രീവൻ നിർദ്ദേശപ്രകാരം പ്രവർഷണഗിരിയിലേക്ക് രാമലക്ഷ്മണന്മാർ പോയി. ഹനുമാൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ മന്ത്രിസഭ രൂപീകരിച്ചു. ജാംബവനായിരുന്നു സർവ്വസൈന്യാധിപൻ. അപ്പോൾ വർഷകാലമായിരുന്നതുകൊണ്ട് സീതാന്വേഷണം നടത്താൻ ബുദ്ധിമുട്ടായിരുന്നു. 4 മാസം വരെയും കിഷ്കിന്ധ വേണ്ട പോലെ ഭരിച്ചുകൊള്ളുവാനും താനും അനുജനും പ്രവർഷണഗിരി എന്ന ഗുഹയിൽ അത്രയും കാലം താമസിക്കുമെന്നും രാമൻ സുഗ്രീവനോട് പറഞ്ഞു. മഴക്കാലം മാറി ശരൽക്കാലം വന്നിട്ടും തീരുമാനമനുസരിച്ച് സുഗ്രീവനൊന്നും പ്രവർത്തിക്കാതെ
ക്കാതിരിക്കുന്നതറിഞ്ഞപ്പോൾ ഹനുമാൻ സുഗ്രീവനെ ചെന്ന് കണ്ട് ഒരിക്കൽ ഉപദേശിച്ചു. സുഗ്രീവന് തൻ്റെ തെറ്റ് ബോധ്യമായി. ഇതിനിടെ രാമലക്ഷ്മണന്മാർ സുഗ്രീവനെ തിരക്കി വരുവാൻ പറഞ്ഞുവിട്ടു. സുഗ്രീവൻ വല്ലാതെ ഭയപ്പെട്ടുപോയി. ഉടനെ നിരവധി വാനരന്മാരെയും സേനാധിപന്മാരെയും സുഗ്രീവൻ്റെ ആജ്ഞയനുസരിച്ച് വന്നണഞ്ഞു. ഈ വിവരം രാമനെ അറിയിക്കുകയും ചെയ്തു. മഴക്കാലം തീരെ വിട്ടുമാറിയപ്പോൾ സീതയെ അന്വേഷിച്ചു കണ്ടുപിടിക്കാൻ സുഗ്രീവൻ 4 ഭാഗങ്ങളിലേക്കും വാനരന്മാരെ നിയോഗിച്ചു. പടിഞ്ഞാട്ട് സുഷേണനും, വടക്കോട്ട് ശതബലിയും, കിഴക്കോട്ട് വിനതനും, തെക്കോട്ട് അംഗദനും സൈനികങ്ങളായി പോകാൻ തയ്യാറായി. ആദ്യത്തെ അന്വേഷണം ലങ്കാരാജ്യത്തിലെത്താൻ തീരുമാനിച്ചു. ദക്ഷിണഭാഗത്തേക്ക് ഹനുമാൻ, ജാംബവാൻ, അംഗദൻ, വിവിധൻ, നളൻ, നീലൻ, കുമുദൻ തുടങ്ങിയവരായിരുന്നു പോയത്. ഹനുമാൻ സീതയെ കണ്ടുപിടിക്കുമെന്നുള്ള ആത്മവിശ്വാസം ശ്രീരാമനിൽ തോന്നിയതുകൊണ്ടാകണം 3 അടയാളവാക്യങ്ങളും തൻ്റെ മുദ്രം കുലിയകം മുദ്രമോതിരം സീതാദേവിയെ കണ്ടുമുട്ടിയാൽ അടയാളമായി കാണിക്കാൻ ഹനുമാനെ ഏൽപ്പിച്ചത്. സുഗ്രീവൻ അയച്ച വാനരന്മാർ തിരിച്ചെത്തുന്നതിന് ഒരു നിശ്ചിത സമയവും ഉണ്ടായിരുന്നു. 1 മാസക്കാലമായിരുന്നു അത്. കാലാവധി കഴിഞ്ഞാൽ മരണശിക്ഷ. അന്വേഷണ സംഘം പുറപ്പെട്ടു. ഹനുമാനും സംഘവും തെക്ക് കിഴക്കേ സമുദ്രത്തിലേക്കുള്ള മഹേന്ദ്രശാലത്തിലെത്തി. വാനരന്മാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ മൃഗങ്ങളെ പിടിച്ചു ഭക്ഷിക്കുന്ന ഒരു ഭീകരനായ രാക്ഷസനെ കണ്ടു. ഇവൻ തന്നെ അവൻ രാവണൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ചേർന്ന് അവൻ്റെ കഥ കഴിച്ചു. സന്തോഷം കൊണ്ട് കുതികുന്തം മറിഞ്ഞ് രസിക്കുമ്പോഴാണ് ആരോ പറഞ്ഞറിഞ്ഞത് അത് രാവണനല്ലെന്ന്. വിദ്യാപർവ്വതത്തിൻ്റെ തെക്ക് ഭാഗത്തെ ഒരു വനത്തിലെത്തിയപ്പോൾ അവർ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞുപോയി. അവിടെയടുത്ത് മുഖമുള്ളത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ അതിലൂടെ അകത്തേക്ക് കടന്നു. ചുറ്റും കൂരിരുട്ട്. കുറച്ച് ചെന്നപ്പോൾ വിശാലവും വെളിച്ചമുള്ളതുമായ ഒരു പ്രദേശത്തെത്തി. അവിടെ കൊട്ടാരങ്ങളും തടാകങ്ങളും കണ്ടു. ഭക്ഷ്യവസ്തുക്കൾ നിറയെയുണ്ട്. പെട്ടെന്ന് അങ്ങകലെയായി ഒരു മാൻതോൽ ധരിച്ച തപസ്വിനിയെ അവർ കാണുകയുണ്ടായി. ഹനുമാൻ അവരുടെ അടുക്കൽ ചെന്ന് തങ്ങൾ വെള്ളം കുടിക്കാൻ കയറിയതാണെന്നും അവർ ആരാണെന്നും ഈ ഗുഹയിൽ ഇങ്ങനെ ഉള്ള കാഴ്ചകൾ എങ്ങനെ ഉണ്ടായെന്നും തിരക്കി. മായൻ എന്നു പേരായ ഒരു മായാവിയാണ് ഈ ഗുഹയിൽ സകല വസ്തുക്കളും നിർമ്മിച്ചതെന്നും മായ ഇന്ദ്രസഭയിലെ ഹേമ എന്ന അപ്സരസിനെ സ്നേഹിച്ചുകൊണ്ട് കുറേക്കാലം ഇവിടെ വസിക്കുകയും അപ്സരസിനെ സ്നേഹിച്ചതിന് ഇന്ദ്രൻ മായനെ വധിക്കുകയും ബ്രഹ്മാവ് അതിനുശേഷം ഹേമയ്ക്ക് ഈ സ്ഥലം നൽകുകയുമുണ്ടെന്ന് അവർ ഹനുമാനോട് പറഞ്ഞു. വിശ്വകർമാവിൻ്റെ പുത്രിയായ ഹേമയുടെ നൃത്തം പരമശിവനെ തൃപ്തനാക്കിയപ്പോൾ ഭഗവാൻ അവൾക്ക് സമ്മാനിച്ച പൂരമായും ഇതിനെ പറയുന്നുണ്ട്. ഈ സുന്ദരമായ പ്രദേശം സൂക്ഷിക്കാൻ ഹേമയുടെ സഖിയായ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നും സീതയെ തേടുന്ന രാമനും മറ്റും ഇവിടെ വരുമ്പോൾ വണങ്ങി വൈകുണ്ഠപാദം പ്രാപിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടെന്നും തൻ്റെ പേർ സ്വയം പ്രഭയാണെന്നും കൂടി അവർ കൂട്ടിച്ചേർത്തു. സ്വയം പ്രഭ പറയുന്നത് കഥ മറ്റേ തരത്തിലും വിവരിച്ചു കാണുന്നുണ്ട്. അതിപ്രകാരമാണ് രംഭയുടെ വിശ്വസ്ത ദാസിയായിരുന്ന സ്വയംപ്രഭ ചതുരസ്യൻ എന്ന അസുരംഭയെ അദ്ദേഹത്തിന് വശപ്പെടുത്തി കൊടുക്കാൻ സ്വയംപ്രഭയെ ഏൽപ്പിച്ചു. അത് നിർവഹിച്ചതിന് പകരമായി ദൈത്യശില്പിയായ മായാചാര്യനെ കൊണ്ട് ഒരു ഉദ്യാനം പണി കഴിപ്പിച്ചു കൊടുത്തു. അസുരനും രംഭയും സ്വയംപ്രഭയും താമസിച്ചു വരുമ്പോൾ ഇന്ദ്രൻ ഇവിടെ എത്തി അസുരനെ കൊന്ന് രംഭയെ തിരികെ കൊണ്ടുപോയി. അസുരന് ഒത്താശ ചെയ്ത സ്വയംപ്രഭയെ ഇവിടെ ഏകയായി താമസിക്കാൻ ശപിച്ചു. സീതാന്വേഷകർ വരുമ്പോൾ അവരെ സൽക്കരിച്ച് ശ്രീരാമ ദർശനം നടത്തി സ്വർഗത്തിലേക്ക് മടങ്ങിക്കൊള്ളാനും ഇന്ദ്രൻ ശാപമോചനം നൽകി. ഇപ്പോൾ ഇവിടം വിടുന്നുവോ ഇപ്പോൾ ഈ സ്ഥലവും ഇല്ലാതാവും. ഇതാണ് കഥ. അതിനുശേഷം ഇഷ്ടം പോലെ അവിടെ കിണുന്ന ആഹാരങ്ങൾ കഴിച്ച് മധുരപാനീയങ്ങൾ സേവിച്ച് ക്ഷീണം മാറിയ ശേഷം അവരുടെ വിവരങ്ങൾ പറയാൻ സ്വയംപ്രഭ അനുവദിച്ചു. ഹനുമാനും കൂട്ടരും അപ്രകാരം ക്ഷീണം തീർന്ന ശേഷം തങ്ങളുടെ വിശേഷങ്ങൾ വിവരിച്ചു. കിഷ്കിന്ധയിലേക്ക് ഉടനെ മടങ്ങണമെന്നും പറഞ്ഞു. ഗുഹയ്ക്കകത്ത് നിന്നും എങ്ങനെ പുറത്ത് കിടക്കുമെന്ന് ചോദിച്ച ഹനുമാനോട് ഇതിൽ കയറിയവരാരും ജീവനോടെ മടങ്ങിപ്പോയിട്ടില്ലെന്നും നിങ്ങൾ രാമകാര്യാർത്ഥം സഞ്ചരിക്കുന്നവരായതുകൊണ്ട് പുറത്ത് കടത്താമെന്നും ഏറ്റുകൊണ്ട് അവരോട് കണ്ണടച്ച് നിൽക്കാൻ ആവശ്യപ്പെട്ടു. അവർ അപ്രകാരം നിൽക്കുകയും സ്വയംപ്രഭ തൻ്റെ തപശക്തിയാൽ അവരെ ഗുഹയ്ക്ക് വെളിയിലാക്കുകയും ചെയ്തു. അവർ അങ്ങനെ അകലെയുള്ള സമുദ്രം ചൂണ്ടിക്കാണിച്ച ശേഷം ശ്രീരാമദർശനത്തിനായി വനത്തിലേക്ക് അപ്രത്യക്ഷമായി മറഞ്ഞു. ഹനുമാനും മറ്റും സമ്പാദി താമസിക്കുന്ന മഹേന്ദ്ര ജലത്തിലെത്തി. അവിടെ നിന്നും ലങ്കയിലേക്ക് 100 യോജന സമുദ്രം കടക്കണം. തെക്ക് ഭാഗത്തേക്ക് പോയവർ ഒഴികെ മറ്റു 3 ദിക്കുകളിലേക്ക് പോയവരെല്ലാം സീതയെ കാണാതെ മടങ്ങിയെത്തി.
തെക്ക് ഭാഗത്തേക്ക് പുറപ്പെട്ടവർ മലകളിലും ഗുഹകളിലും സീതയെ അന്വേഷിച്ചെങ്കിലും കണ്ടില്ല. സമുദ്രത്തിൻ്റെ തെക്കേ അരികിലെത്തിയ അവരിൽ ചിലർ കാലപരിധി കടന്നുപോയതുകൊണ്ട് ഇനി പ്രയാവേശമേയുള്ളൂ ആഹാരവും ഉപേക്ഷിച്ച് ദർഭപ്പുല്ലിന്മേൽ മരണം വരെ ഇരിക്കൽ ഗതി എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. ഇവരെ ആരെന്നും മനസ്സിലാക്കാതെ അപ്പോൾ ജടായുവിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ സമ്പാദിയെ കാണുകയും തനിക്ക് ഭക്ഷിക്കുവാൻ വേണ്ട ഇര കിട്ടിയത് സന്തോഷിക്കുകയും ചെയ്തു. എന്നാൽ തന്നെ കണ്ടുഭയന്ന അവർ ജടായുവിനെ സ്തുതിക്കുന്നതും കേട്ടപ്പോൾ സമ്പാദി അല്പം ആലോചിച്ചു പോയി. ഉടനെ തൻ്റെ അനുജനെക്കുറിച്ച് അംഗദനോട് സമ്പാദ്യ ചോദിക്കുകയും എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. മരിച്ച സഹോദരനെ ഉദരക്രിയ ചെയ്യാൻ സമ്പാദിയെ അവർ സഹായിച്ചു. 2 ചിറകുകളും കരിഞ്ഞ നിലയിലായിരുന്നു സമ്പാദി അവിടെ കിടന്നുകൊണ്ട് തന്നെ അക്കരയിലേക്കൊരു വിഹക വീക്ഷണം നടത്തി. രാവണൻ സീതയെ ലങ്കയിൽ കാവലിൽ താമസിപ്പിച്ചിട്ടുണ്ടെന്നും 100 യോജന സമുദ്രം കടന്ന് ലങ്കയിൽ ചെന്നാൽ സീതയെ കണ്ടെത്താമെന്നും സാമ്പത്തിയ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞു തീർന്നതും സമ്പത്തിക്ക് പുതിയ ചിറകുകൾ മുളച്ചു. ഒരിക്കൽ ആരാണ് കൂടുതൽ ഉയരത്തിൽ പറക്കുക എന്ന പരീക്ഷണത്തിന് കഴുകരാജാവായ സമ്പാദിയും യുവരാജാവനായ ജടായും ഒരുങ്ങി. അവർ പിതാവിനെ കാണാൻ ആകാശത്തേക്ക് പറന്ന് സൂര്യമണ്ഡലത്തെ സമീപിച്ചു. ചൂട് കണ്ട് ഇരുവർക്കും നന്നായി പൊള്ളി. ചിറകുകൾ വാടിത്തളർന്ന അനുജനെ രക്ഷിക്കാൻ ചിറകനക്കാതെ പറക്കാൻ കഴിവുള്ള സമ്പാദ്യ തൻ്റെ ചിറകുകൾക്ക് ഉള്ളിലാക്കി പറന്നു. ഈ ചിറകുകൾ രണ്ടും കരിഞ്ഞ് സമ്പാദ്യ വിദ്യാപർവ്വതത്തിന് മുകളിൽ വന്നു വീണു. കാലൊടിഞ്ഞ ശരീരവും വികൃതപ്പെട്ടു. ഒടുവിൽ പറക്കാനും നടക്കാനും മേലാതെ ഇഴഞ്ഞ് അടുത്തുള്ള നിശാകാര മുനിയുടെ ആശ്രമത്തിലെത്തി. വിവരങ്ങൾ പറഞ്ഞ ശേഷം അഗ്നിയിൽ ചാടാനൊരുങ്ങി. സമ്പാദിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് സീതാദേവിയെ കണ്ടുപിടിക്കാൻ ശ്രീരാമനെ സഹായിക്കാനുള്ള അവസരം വരുമ്പോൾ വീണ്ടും ചിറക് മുളയ്ക്കുമെന്നും മുനി ഉപദേശിച്ചു. തുടർന്ന് മുനിയുടെ സേവകനായി കൂടി. പണ്ടൊരിക്കൽ അളകാപുരിയിൽ നിന്നും ഒരു യക്ഷസുന്ദരിയെ മോഷ്ടിച്ച രാവണൻ പുഷ്പക വിമാനത്തിൽ കയറിയപ്പോൾ സമ്പാദി ഏറ്റുമുട്ടുകയും പുഷ്പക വിമാനം തല്ലി തകർക്കുകയും ചെയ്തു. സ്വയംഭൂവായ വിമാനം വീണ്ടും ഉണ്ടായി. രാവണൻ്റെ ചന്ദ്രഹാസം കൊത്തി ദൂരെ തെറിപ്പിക്കുകയും കിരീടം ചവിട്ടി താഴെ വീഴ്ത്തുകയും ചെയ്തു. രാവണൻ്റെ അപേക്ഷപ്രകാരം അന്ന് പരസ്പരം മേലിൽ ആക്രമിക്കില്ലെന്ന് സന്ധി ചെയ്തിട്ടുണ്ട്. അതുമൂലം രാവണനോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ലെന്ന് സമ്പത്ത് പറഞ്ഞു. സമുദ്രം ചാടി അക്കരെ കടന്ന് സീതയെ കണ്ടുമടങ്ങാൻ ആർക്കാണ് കഴിയുക? ഇപ്രകാരം സമുദ്രയാനത്തിന് മാർഗം കാണാതെ വിഷമിച്ചു നിൽക്കെ ജാംബവാനാണ് ഹനുമാന്റെ വൈഭവത്തെക്കുറിച്ച് അപ്പോൾ വിസ്തരിച്ചത്. കുട്ടിയായിരിക്കുമ്പോൾ പഴമാണെന്ന് തെറ്റിദ്ധരിച്ച് സൂര്യബിംബം പിടിച്ചു വിഴുങ്ങാൻ ആകാശത്തിലൂടെ 500 യോജന ചാടിയതും മറ്റും ജാംബവാൻ വിവരിച്ചു. കുട്ടിക്കാലത്ത് തന്നെ വികൃതിയായ ഹനുമാൻ ഹോമകുണ്ഡത്തിൽ മറ്റു പദാർത്ഥങ്ങളിട്ട് അശുദ്ധവും അലങ്കോലമാക്കിയപ്പോൾ നിന്റെ കഴിവ് മറ്റൊരാൾ പറഞ്ഞതുവരെ മറക്കുമോ എന്ന മുൻശാപ വചനകാര്യവും ജാംബവാൻ ഓർമ്മപ്പെടുത്തി. അത് കേട്ടപ്പോൾ എല്ലാ വാനരന്മാരും ചേർന്ന് ഹനുമാനിൽ ആത്മവിശ്വാസം വരുത്തി രീതിയിൽ പുഴുത്തി സ്തുതിക്കുകയും ഹനുമാൻ ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ച് സമുദ്രം ചാടിക്കടക്കുവാൻ തയ്യാറാവുകയും ചെയ്തു. ഹനുമാന്റെ ശരീരം വളരാൻ തുടങ്ങി. അത് വികസിച്ച് മറ്റൊരു പർവ്വതം കണക്കായി. ഹനുമാൻ മഹേന്ദ്രഗിരി ശിഖരത്തിൽ നിന്നുകൊണ്ട് കഴുത്തു നീട്ടി കണ്ണ് മേൽപോട്ട് പായിച്ചുകൊണ്ട് വാലുയർത്തി മടക്കി കുതിച്ചുകൊണ്ട് മുന്നോട്ട് ചാടി വായുവിലൂടെ പറന്നു. ഗിരിശിഖരം ആ കുതിപ്പിൽ തവിട് പൊരിയായി തരിപ്പണമായി. അങ്ങനെ രാമബാണം പോലെ വായുവേഗത്തിൽ ആകാശത്തിലൂടെ പാഞ്ഞുപോയ ഹനുമാന് വഴിയിൽ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു. സാഗരത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഹനുമാനെ ഉപചരിക്കുന്നതിനും അദ്ദേഹത്തിന് വിശ്രമിക്കുന്നതിനുമായി കടലിൽ നിന്നും മൈനാക പർവ്വതം ഉയർന്നു വന്നു. തന്നെ തടയുവാൻ ശ്രമിക്കുകയാണെന്ന് ധരിച്ച ഹനുമാൻ അതിനെ മാറുകൊണ്ട് ഇടിച്ചു വീഴ്ത്തി. എന്നാൽ കാര്യം മനസ്സിലാക്കിയപ്പോൾ മൈനാകത്തോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. സൽക്കാരം സ്വീകരിച്ച് ക്ഷീണമേറ്റിയ ഹനുമാൻ യാത്ര തുടർന്നു. നാഗമാധവനായ സുരസാദേവി വികൃതി രൂപത്തിൽ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഹനുമാനെ തടയുകയും വലിയ വായ് പൊളിച്ച് വിഴുങ്ങുവാൻ ഒരുങ്ങുകയും ചെയ്തു. പക്ഷേ ഹനുമാൻ തൻ്റെ രൂപം ചെറുതാക്കി സുരസയുടെ വായിൽ കടക്കുകയും ചെവിയിലൂടെ പുറത്തു വരികയും ചെയ്തു. താൻ ആരാണെന്നും തൻ്റെ ഉദ്ദേശ്യം എന്തായിരുന്നെന്നും വ്യക്തമാക്കിയ സുരസ ദേവലോകത്തേക്ക് മടങ്ങി. ഹനുമാന്റെ ശക്തി പരീക്ഷിക്കുവാൻ ദേവന്മാർ ചെയ്ത ഒരു പണിയായിരുന്നു ഇത്. എന്നാൽ ഹനുമാന്റെ ബുദ്ധിശക്തി അവരെ അതിശയിപ്പിച്ചു. പിന്നീട് ഛായാഗ്രഹണിയായ സിംഹ എന്ന രാക്ഷസി ഹനുമാന്റെ നിഴൽ പിടിച്ചു
വലിച്ചു വിഴുങ്ങുവാൻ തുടങ്ങുകയും ഹനുമാൻ ഇടതുകാൽ കൊണ്ട് ഒറ്റച്ചാട്ടത്തിന് അവരെ കൊല്ലുകയും ചെയ്തു.